പാനൂരിൽ ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗിന് വിലക്ക്. വനിതാ ലീഗ് പ്രവർത്തകർ അഭിവാദ്യമർപ്പിച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം. ആവേശത്തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്നും കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പുറത്ത്. വെള്ളിയാഴ്ച 7-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ MP ഷാഫി പറമ്പിലിന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം UDF കമ്മിറ്റി പാനൂരിൽ വെച്ച് ഒരു ഗംഭീര സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല. ഒരിക്കലും ആഘോഷപരമായ ആവേശത്തിമുർപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. നിങ്ങളുടെ അഭിവാദ്യം പ്രിയപ്പെട്ട നമ്മുടെ MPക്ക് സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ഫെലിക്സ്, ഇതെന്തൊരു വിരോധാഭാസമാണെന്നാണ് ചോദിക്കാനുള്ളത്. അതായത് ഷാഫി പറമ്പിലിന്റെ വിജയത്തിൽ യൂത്ത് ലീഗ് എത്രത്തോളം പ്രാധാന്യം നിർവഹിച്ചിട്ടുണ്ടോ, എത്രത്തോളം പങ്കാളിത്തം ഉണ്ടായിരുന്നുണ്ടോ, അതുപോലെ തന്നെയായിരുന്നു വനിതാ ലീഗ് പ്രവർത്തകരുടെയും വടകര ലോക്സഭാ മണ്ഡലത്തിൽ. അവർക്കാണ് ഇത്തരത്തിലൊരു വിലക്ക് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനുണ്ടാകുന്നത്. ഈ വിലക്ക് ഈ കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി മാത്രം പറയുന്നതാണോ, അതോ ലീഗിന്റെ പൊതുവിലക്കായിട്ടാണോ എടുക്കേണ്ടത്? എന്താണ് ലീഗ് നേതൃത്വം ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ? നമുക്കറിയാം, വടകരയിലെ ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വനിതാ ലീഗ് പ്രവർത്തകർ വളരെ സജീവമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ച ശേഷം നടന്ന വിജയാഘോഷ പ്രകടനങ്ങളിലൊക്കെ തന്നെ വനിതാ ലീഗ് പ്രവർത്തകർ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പാനൂരിൽ നടക്കുന്ന UDFന്റെ ഈ പ്രകടനത്തിലും റോഡ് ഷോയിലും വനിതാ ലീഗ് പ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഓഡിയോ സന്ദേശമാണ് കൂത്തുപറമ്പ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിൻ്റെ ഈ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. അതൊരു വാട്സപ്പ് ഗ്രൂപ്പിലിട്ട വീഡിയോ സന്ദേശമാണ്. ആ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് വലിയ പ്രവർത്തനം വനിതാ ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഷാഫി പറമ്പിൽ വിജയത്തിനായി ഉണ്ടായി. അതിൽ അഭിനന്ദനം നൽകുന്നു. അതേസമയം ഇന്നത്തെ ഈ പ്രകടനത്തിലൊന്നും തന്നെ പങ്കെടുക്കേണ്ടതില്ല, പ്രകടനത്തിലും ഒപ്പം തന്നെ റോഡ് ഷോയിലും പങ്കെടുക്കേണ്ടതില്ല. അതിന് കാരണമായി ഷാഹുൽ ഹമീദ് പറയുന്നത് ഇത്തരത്തിൽ ആവേശം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആഘോഷ തിമിർപ്പിന് മതപരമായ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നതാണ്. അതായത് അവിടെ എത്താം, അഭിവാദ്യം അർപ്പിക്കാം, അച്ചടക്കം വേണം വനിതാ ലീഗ് പ്രവർത്തകർക്ക് എന്നതാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. 6 മിനിറ്റ് നേരമുള്ള ഓഡിയോ സന്ദേശമാണ് ഇത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപോലെ തന്നെ ലീഗ് വനിതാ പ്രവർത്തകർ സജീവമായി ഷാഫി പറമ്പിലിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചിരുന്നു. ഏതായാലും ഇത് സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് വേറെ ദുരുദ്ദേശത്തോടു കൂടിയൊന്നുമല്ല. വലിയ ആവേശം വേണ്ട, അതായത് വലിയ രീതിയിലുള്ള ആവേശ പ്രകടനങ്ങളൊന്നും വേണ്ട എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നതാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. അതായത് മാത്രമാണോ ലീഗ് പ്രവർത്തകർക്കാകുകയുമാണോ എന്നുള്ള ഒരു കാര്യമുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഫെലിക്സ് പറഞ്ഞു പോയതിൽ എനിക്കുണ്ടായ ഒരു സംശയമാണ്. അതായത് ഈ റോഡ് ഷോയിൽ പൂർണ്ണമായും പങ്കെടുക്കണ്ട എന്നുള്ളതാണോ, അതോ റോഡ് ഷോയിൽ പങ്കെടുക്കാം പക്ഷേ മറ്റ് അനക്കങ്ങളോ ഒച്ചപ്പാടോ ബഹളോ ഒന്നും ഇല്ലാണ്ട് റോഡ് ഷോയുടെ പുറകെ പിന്നാലെ അനുഗമിക്കുക എന്നുള്ളതാണോ? എന്താണ് പറഞ്ഞത്, ഒന്നുകൂടി വ്യക്തമാക്കാമോ? ഈ ഓഡിയോ സന്ദേശം കേട്ടാൽ തന്നെ വ്യക്തമാകും. അതായത് റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. അതേസമയം അവിടെ എത്താം, ഷാഫി പറമ്പിൽ അഭിവാദ്യം അർപ്പിക്കാം, അതേസമയം വലിയ ആഘോഷത്തോടെയുള്ള ആഹ്ലാദ തിമിർപ്പിലേക്ക് പോകേണ്ടതില്ല എന്നതാണ്. ആ ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാണ്. ഈ പറയുന്ന പര്യടന റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കേണ്ടതില്ല, അതേസമയം അവിടെ എത്താം, ഷാഫി പറമ്പിൽ അഭിവാദ്യം അർപ്പിക്കാം എന്ന് പറയുന്നു. അതായത് വലിയ രീതിയിലുള്ള ആഹ്ലാദവും ആവേശവും വേണ്ട വനിതാ ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും എന്നതാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗ് ജില്ലാ നേതൃത്വം ഷാഹുൽ ഹമീദിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അതായത് വലിയ ആവേശം വേണ്ട വനിതാ ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എന്നതാണ് ജില്ലാ നേതൃത്വത്തിനും, അതായത് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയും ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, എന്തായാലും നിലവിലിപ്പോൾ
ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണമാണ് വന്നത്. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഇതിലൊരു പ്രതികരണം നടത്തുന്നുണ്ടോ ഫെലിക്സ്? അതായത് ഫെലിക്സ് സൂചിപ്പിച്ച പോലെ തന്നെ വനിതാ ലീഗിന്റെ ഒരു സജീവത്വം അത് എത്രത്തോളമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത്, ഷാഫി പറമ്പിലിന്റെ വിജയത്തിൽ എത്രത്തോളം നിർണായകമായിട്ടുണ്ടെന്നൊക്കെയുള്ളത് ആ പ്രചാരണ കാലത്ത് ഉടനീളം കണ്ടതാണ്. ഈ മതപരമായിട്ടുള്ള നിയന്ത്രണം, അങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടോ ആവേശത്തിമിർപ്പിന്? മതപണ്ഡിതന്മാരോ മറ്റാരെങ്കിലും ഒക്കെ ഇതിൽ പ്രതികരണം ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ടോ? ഏതായാലും ഇത് സംബന്ധിച്ച് അത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നുമുള്ള മറുപടികളോ അല്ലെ വിശദീകരണങ്ങളോ ഒന്നും തന്നെ ഇതുവരെ വ്യക്തമായി ലഭിച്ചിട്ടില്ല. ഏതായാലും ഈ ഷാഫി പറമ്പിലിൻ്റെ വിജയത്തിന് ശേഷം വടകര മണ്ഡലത്തിൽ നടന്ന ആഘോഷ പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ തന്നെ വനിതാ ലീഗ് പ്രവർത്തകർ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇന്ന് പാനൂരിലാണ് ഷാഫി പറമ്പിലിൻ്റെ റോഡ് ഷോയും പ്രകടനവും നടക്കേണ്ടത്. ആ പ്രകടനത്തിലും റോഡ് ഷോയിലും പങ്കെടുക്കേണ്ടതില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. അതേസമയം അവരോട് അവിടെ എത്താൻ ആവശ്യപ്പെടുന്നുണ്ട്, പാനൂരിലെത്താം, അഭിവാദ്യമൊക്കെ തന്നെ അർപ്പിക്കാം. പക്ഷേ അമിതമായ ആവേശം, അതൊരു ആഹ്ലാദ തിമിർപ്പ്, അത് പാടില്ല, മതപരമായ നിയന്ത്രണം അതിനുണ്ട് എന്നതാണ് ഷാഹുൽ ഹമീദ് ആ ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗ് ജില്ലാ നേതൃത്വവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഷാഫി പറമ്പിലോ UDF നേതൃത്വമോ മറ്റ് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം കണ്ണൂർ ജില്ലാ ലീഗ് നേതൃത്വം ഷാഹുൽ ഹമീദിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇത് എവിടെയാണ് ഈ ഓഡിയോ സന്ദേശം, എവിടെയാണ് അദ്ദേഹം സന്ദേശം അയച്ചത്, അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി പറയാമോ? നമുക്കറിയാം, ഇത് വനിതാ ലീഗ് പ്രവർത്തകർക്കുള്ള ഒരു നിർദ്ദേശമാണ്. അതായത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ചോർന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട ഒരു സന്ദേശമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിനർത്ഥം അവിടെയുള്ള ആ ഗ്രൂപ്പിലുള്ള വനിതാ ലീഗ് പ്രവർത്തകർക്ക് പോലും ഇതിനോട് അതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ അതിനോട് വിയോജിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് ഈ ഓഡിയോ സന്ദേശം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ഇത് ഈ ഒരു വിഷയത്തിൽ, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പ്രചാരണ രംഗത്തും ഒപ്പം തന്നെ വിജയിച്ചതിന് ശേഷവും ആഹ്ലാദ പ്രകടനത്തിലൊക്കെ തന്നെ സജീവമായി വനിതാ ലീഗ് പ്രവർത്തകർ പങ്കെടുത്തതാണ്. എന്നാൽ അതിനുശേഷം ഇന്ന് പാനൂരിൽ നടക്കുന്ന വിജയാഘോഷ പ്രകടനത്തിലാണ് പങ്കെടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ ഷാഹുൽ ഹമീദിന്റെ ആ ഓഡിയോ സന്ദേശത്തിൽ പാർട്ടിയുടെ നിലപാടായി കൂടിയാണ് ഷാഹുൽ ഹമീദ് അത്തരമൊരു ഓഡിയോ സന്ദേശം. ഇതിൽ ഒരുപാട് മറുപടികളും പ്രതികരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വരും മണിക്കൂറുകളിൽ. പ്രത്യേകിച്ച് വനിതാ ലീഗ് പ്രവർത്തകരുടെ ഒക്കെ ഫാത്തിമ തഹ്ലിയെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഫാത്തിമ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അറിഞ്ഞതിന് ശേഷം പ്രതികരണം ഉണ്ടാകുമെന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെത് ഉൾപ്പെടെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഫെലിക്സ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.